ख्वाहिश नहीं है और that is why I need you people, you youngsters, girls like शहर की फसल कौन काट रहा है? ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ പോളിംഗ് ബൂത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. നമസ്കാരം. പോളിംഗ് ബൂത്ത് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കോൺഗ്രസ് സഖ്യത്തിന് കാത്തലിക് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. വിജ്ഞാപനം പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് റിപ്പോർട്ടിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കാത്തലിക് കോൺഗ്രസ്. പത്തനംതിട്ടയിൽ ആറന്മുള വിമാനത്താവളം കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന് ആയുധമാകുന്നു. ആറന്മുള വിവാദം ആന്റണിക്ക് ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം. വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെടും. ആം ആദ്മി അധികാരത്തിൽ നിന്ന് പുറത്തായതോടെ ഡൽഹിയിൽ ജനദ്രോഹ നടപടികൾ രൂക്ഷമാകുന്നു. വഴിയോര കച്ചവടക്കാർക്കും റിക്ഷാ തൊഴിലാളികൾക്കും ദുരിതം. കാസർഗോഡ് മണ്ഡലത്തിൽ കെ സുരേന്ദ്രനെതിരെ ബിജെപിയിൽ പടയൊരുക്കം. മുൻ ജില്ലാ പ്രസിഡന്റിനെ മത്സരിപ്പിക്കാൻ നീക്കം. ഇറക്കുമതി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പിൻവലിച്ചില്ലെങ്കിൽ യുപിഎക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് കൊച്ചിയിൽ ചേർന്ന കേരള കാത്തലിക് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കാത്തലിക് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊച്ചിയിൽ ചേർന്ന സീറോ മലബാർ സഭയുടെ അൽമായ സംഘടനയായ കേരള കാത്തലിക് കോൺഗ്രസ് സമിതി യോഗത്തിലാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേൽ യുപിഎ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണയ്ക്കുമെന്ന് കാത്തലിക് കോൺഗ്രസ് വ്യക്തമാക്കി. മലയോര കർഷകരെ ഒറ്റുകൊടുത്തുകൊണ്ടുള്ള പരിസ്ഥിതി സംരക്ഷണം അംഗീകരിക്കില്ല. ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുവാനും കാത്തലിക് കോൺഗ്രസ് തീരുമാനിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ അപാകതകൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പായി പരിഹരിച്ചില്ലെങ്കിൽ യുപിഎ മുന്നണിക്കെതിരായി സംസ്ഥാന തലത്തിൽ നിലപാട് സ്വീകരിക്കുവാൻ കത്തോലിക്ക സഭ കേന്ദ്ര കാര്യാലയമായ പാലാരിവട്ടം BOCയിൽ ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന സമിതി തീരുമാനിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണയ്ക്കുവാനും കാർഷിക മേഖലയിൽ കത്തോലിക്ക കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുവാനും ഉൾപ്പെടെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ 7-അംഗ ഹൈപ്പവർ സമിതിയെ ഇന്ന് ഈ സമിതി അധികാരപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് ജേക്കബ് മുണ്ടക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം KCBC ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ആലത്തറ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി ഉന്നതാധികാര സമിതിയെ യോഗം ചുമതലപ്പെടുത്തി. കർഷകരെ സംരക്ഷിക്കാത്തവർക്ക് വോട്ട് ചെയ്യരുതെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം KCBC ഇടയലേഖനം പുറത്തിറക്കിയിരുന്നു. മീഡിയ 1 കൊച്ചി. മധ്യകേരളത്തിലെ മണ്ഡലങ്ങളിൽ നിർണായകമായ ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ ആർക്കൊപ്പം എന്നതിനെ ചൊല്ലിയാണ് പ്രമുഖ മുന്നണികൾ തുടക്കത്തിൽ തലപൊക്കിയുന്നത്. പൊതുവെ UDFിനൊപ്പം നിൽക്കാറുള്ള സഭാ നേതൃത്വങ്ങൾ ഇത്തവണ ഇടഞ്ഞു നിൽക്കുന്നത് ഇടതുമുന്നണി പ്രതീക്ഷയായി കാണുന്നു. അതേസമയം കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ എതിർപ്പൊന്നും വോട്ടിങ്ങിനെ ബാധിക്കില്ല എന്ന വിശ്വാസത്തിലാണ് UDF. തൃശൂർ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഇരുമുന്നണികളും ഏറെ നിർണായകമായി കരുതുന്നു ക്രൈസ്തവ സഭാ വോട്ടുകൾ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ ചൊല്ലി ഇടഞ്ഞു നിൽക്കുന്ന സഭാ നേതൃത്വത്തിന്റെ നിലപാട് സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണത്തിൽ വരെ സ്വാധീനം ചെലുത്തും. കർഷകരെ സംരക്ഷിക്കുന്നവരെ ഇത്തവണ വിജയിപ്പിക്കുമെന്ന് ഇടയലേഖനത്തിലൂടെ KCBC തുടക്കത്തിലെ ചുഴറ്റിയെറിഞ്ഞ അമ്പ് ചെന്നുകൊള്ളുന്നത് UDFിന്റെ ക്യാമ്പിലാണ്. റിപ്പോർട്ടിലെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും സഭയെ അനുനയിപ്പിക്കാനുള്ള അടവുകളെക്കുറിച്ച് UDFിന് തലപുകയ്ക്കേണ്ടി വരും. ലത്തീൻ സഭയ്ക്ക് സമദൂര നിലപാടെന്ന ആർച്ച് ബിഷപ്പ് സൂസേപ്പാക്യത്തിൻ്റെ ആഹ്വാനവും ഇടതുമുന്നണിക്ക് ആശ്വാസമാണ്. ലത്തീൻ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന എറണാകുളത്ത് സഭയ്ക്ക് താൽപ്പര്യമുള്ള സിറ്റിംഗ് MP KV തോമസ് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി. സഭയ്ക്ക് താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥിയെ തേടിയുള്ള ഇടതുമുന്നണി ചർച്ചകൾ എങ്ങുമെത്തിയിട്ടില്ല. തൃശൂരിൽ സിറ്റിംഗ് MP PC ചാക്കോ വികസനത്തിൽ പരാജയമെന്ന അതിരൂപതാ വിമർശം പുറത്തുവന്നത് കോൺഗ്രസിന് തലവേദനയായി. തൃശൂരിൽ വീണ്ടും ജനവിധി തേടുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് PC ചാക്കോ. ചാലക്കുടിയിലും സഭാ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ സജീവമാണ്. കേരള കോൺഗ്രസിന്റെ ഇടപെടൽ മൂലം രാഷ്ട്രീയ ഉരുൾപൊട്ടൽ തുടരുന്ന ഇടുക്കിയിൽ സഭാ നിലപാട് തന്നെയാണ് UDFിന് കീറാമുട്ടി. സിറ്റിംഗ് MP PT തോമസിനെതിരെ സഭാ നേതൃത്വം പരസ്യമായി രംഗത്തിറങ്ങിയിരുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ സഭയ്ക്കൊപ്പം നിന്ന് ഇടതുമുന്നണി ഒരു മുഴം മുമ്പേ കയറെറിഞ്ഞു കഴിഞ്ഞു. 39% വരുന്ന സഭാ വോട്ടുകൾ പെട്ടിയിലാക്കാവുന്ന സ്ഥാനാർത്ഥികളെ തന്നെയാണ് മുന്നണികൾ രംഗത്തിറക്കുക. തെരഞ്ഞെടുപ്പിന് മുമ്പ് വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്ത്
ബാർഗെയിൻ ചെയ്ത് നേടിയെടുക്കുക എന്നുള്ളതിനപ്പുറം ഉണ്ടാകാൻ വഴിയില്ല. പി ടി തോമസിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് നിർബന്ധിച്ചത് അവരുടെ ഏതെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാകാം. പക്ഷേ കോൺഗ്രസ് തന്നെയാണ് അവസാനമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. ജയിച്ച ആളുകളെ മാറ്റേണ്ടതെന്ന് അവർ തീരുമാനിച്ചാൽ പി ടി തോമസ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. ആലപ്പുഴ മണ്ഡലത്തിന്റെ തീരമേഖലയിൽ നിർണായക സ്വാധീനമുള്ള ലത്തീൻ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ളതാകും ഇടതു വലത് ക്യാമ്പിന്റെ അവിടുത്തെ നീക്കങ്ങൾ. 2004 KM മനോജിന് അനുകൂലമായി പരസ്യ നിലപാടെടുത്ത് ഇടതുമുന്നണിക്ക് ലത്തീൻ സമുദായം നൽകിയ വിജയചരിത്രം കൂടി എല്ലാവരുടെയും മനസ്സിലുണ്ട്. ക്രിസ്ത്യൻ വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള കോട്ടയത്ത് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനോടുള്ള എതിർപ്പ് സജീവ വിഷയമാണ്. ഓർത്തഡോക്സ് യാക്കോബായ CSI സഭകളുടെ നിലപാടുകളും നിർണായകമാകും. പള്ളി തർക്കങ്ങളിൽ ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബായ വിഭാഗവും UDF സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ സഭാ നിലപാടുകൾ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് പ്രചാരണം ആരംഭിക്കുന്നതോടെ പതിവ് പോലെ മയപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് UDF. സഭാ നിലപാട് അനുകൂലമെങ്കിൽ ചില അട്ടിമറി വിജയങ്ങൾ നേടാമെന്ന കണക്കുകൂട്ടലാണ് ഇടതുമുന്നണിക്കുള്ളത്. ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുനട്ട് മുന്നണികൾ അങ്കച്ചുവടുകൾ ഒരുക്കുന്നതോടെ മധ്യകേരളത്തിലെ മണ്ഡലങ്ങളിൽ സഭാ നിലപാടുകൾ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാകും. അനിൽ കാരാമൽ, മീഡിയ 1, കൊച്ചി. കൊച്ചിയിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ FACT നേരിടുന്ന പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാവുകയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനത്തെ രക്ഷിക്കാൻ എറണാകുളം മണ്ഡലത്തിലെ MP-യും കേന്ദ്രമന്ത്രിയുമായ KV തോമസ് ഒന്നും ചെയ്തില്ലെന്ന ആക്ഷേപവുമായി ഇടതുപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു. 14 വർഷം മുമ്പാണ് FACT എന്ന പൊതുമേഖലാ സ്ഥാപനം വൻ സാമ്പത്തിക നഷ്ടത്തെ തുടർന്ന് ഗുരുതരമായ പ്രതിസന്ധിയിലെത്തിയത്. സ്ഥാപനത്തിൽ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള പ്രകൃതിവാതകം വൻതുക കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു എന്നതാണ് നഷ്ടത്തിന് കാരണം. 2003 കൊച്ചി ഡിവിഷനിലെ 3.3 ലക്ഷം ടൺ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടായിരുന്ന യൂറിയ പ്ലാന്റും അസംസ്കൃത വസ്തുവായ നാഫ്തയുടെ വിലവർധനയെ തുടർന്ന് അടച്ചിടുകയുണ്ടായി. ഈ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. FACTയിലെ ജീവനക്കാർ കാലങ്ങളായി സമരത്തിലുമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയം രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നത്. ഇക്കുറിയും ഈ പതിവ് തെറ്റിച്ചില്ല. 1 ലക്ഷം രൂപ കൊടുത്തേ, പ്രഖ്യാപനം 211.43 കോടി രൂപയാണ്. എനിക്ക് 1 ലക്ഷം രൂപയെ കൂടുതലുള്ള ഫ്ലെക്സ് വന്നിട്ടുണ്ടോ? ആകെ കിട്ടിയിട്ടുള്ളത് 1 ലക്ഷം രൂപ മാത്രമാണ്. ഈ FACTക്ക് ഇത്ര പ്രതിസന്ധി ഉണ്ടായിട്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകിയിട്ടുള്ളത്. FACTയുടെ പുനരുദ്ധാരണത്തിനായി 991 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജിന് കേന്ദ്ര സർക്കാർ ഈയിടെ അംഗീകാരം നൽകിയിരുന്നു. ഇതുപോലും FACTയുടെ നിലവിലുള്ള അവസ്ഥ പരിഹരിക്കാൻ മതിയാവില്ലെന്നതാണ് വാസ്തവം. രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകളിൽ ജീവനക്കാർക്കും ഇപ്പോൾ കാര്യമായ പ്രതീക്ഷയില്ല. മീഡിയ 1, കൊച്ചി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആറന്മുള വിമാനത്താവളത്തെ ചൊല്ലി കോൺഗ്രസിനകത്തെ പടലപ്പിണക്കം രൂക്ഷമാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണിക്ക് സീറ്റ് നൽകാതിരിക്കാനുള്ള കാരണമായി സമരത്തെ ഒരു വിഭാഗം ഉയർത്തിക്കാണിക്കുന്നു. എന്നാൽ വിമാനത്താവള ആവശ്യത്തിൽ നിന്നും പിന്മാറാതെ ആന്റണിയും ഇരുചേരികളും തമ്മിലുള്ള പ്രശ്നം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ. വിമാനത്താവളത്തെ ചൊല്ലി നേരത്തെ ജില്ലയിലെ കോൺഗ്രസിനകത്ത് 2 ചേരികളുണ്ടായിരുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, ലോക്സഭാംഗം ആന്റണി, MLA ശിവദാസൻ നായർ തുടങ്ങിയ ജനപ്രതിനിധികൾ വിമാനത്താവളത്തെ അനുകൂലിച്ച് ശക്തമായി നിലയുറപ്പിച്ചപ്പോൾ പീലിപ്പോസ് തോമസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം കോൺഗ്രസുകാർ സമരാനുകൂലികൾക്കൊപ്പം നിലകൊണ്ടു. KPCC പ്രസിഡന്റായി VM സുധീരൻ നിയമിതനായതോടെ വിമാനത്താവളത്തെ അനുകൂലിച്ചിരുന്നു. DCC പ്രസിഡന്റും ആന്റണിക്കെതിരായ നിലപാടുമായി രംഗത്തു വന്നു. ജില്ലയിൽ നിന്നുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന വാദമുയർത്തിയാണ് സിറ്റിംഗ് MPക്കെതിരെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം നിലപാട് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിൽ ആറന്മുള വിഷയം ഉയർന്നുവരുമെന്നും ഇത് UDFന്റെ ജയത്തെ ബാധിക്കുമെന്നും പീലിപ്പോസ് തോമസ് പറഞ്ഞു. ഇന്ന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിനെതിരെ സമരം ചെയ്യുന്ന ജനങ്ങൾ അവരുടെ എതിർപ്പ് നന്നായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗ്രീൻ ട്രൈബ്യൂണലിൽ നടന്നു വരുന്ന നിയമ പോരാട്ടം, ആറന്മുളയിൽ എല്ലാ ആളുകളും സംയുക്തമായി ആരംഭിക്കാൻ പോകുന്ന സമരം, ഇതൊക്കെ ആ എതിർപ്പിൻ്റെ ഓരോ മുഖങ്ങളാണ്. എന്നാൽ തന്റെ ജയത്തിന് കോട്ടം സംഭവിക്കില്ലെന്നും തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആറന്മുള വിഷയം ചർച്ച ചെയ്തോട്ടെ എന്നുമാണ് ആന്റണിയുടെ നിലപാട്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഈ കേരളത്തിലെ എയർ പാസഞ്ചേഴ്സിൽ 30% ആളുകൾ ഈ 30 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ്. അത്രയും ആളുകൾ ഉള്ള ഒരു പ്രദേശത്ത് ഒരു വിമാനത്താവളം വരണം എന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ ഭരിക്കുന്ന കക്ഷി CPM ആണ് എന്നുള്ളത് കൊണ്ട് ആ പദ്ധതി എതിർക്കാൻ ഞാൻ പോയില്ല. നാടിന് പ്രയോജനപ്രദമായ ഒരു പദ്ധതിയാണെങ്കിൽ എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു. പരസ്യ പ്രസ്താവന നടത്തരുതെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുള്ളതിനാൽ നേതാക്കന്മാരാരും പരസ്യ പ്രസ്താവന നടത്തുന്നില്ല. എന്നാൽ ജില്ലയിലെ കോൺഗ്രസിനകത്ത് വിമാനത്താവള വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള ചേരിപ്പോര് രൂക്ഷമായി തുടരുകയാണ്.
വിമാനത്താവളത്തിന് അനുകൂല നിലപാട് പ്രഖ്യാപിച്ച് എംപിയും MLAയും വാർത്താസമ്മേളനം നടത്തിയത് എതിർചേരിയിലുള്ളവരുടെ നിലപാട് കർക്കശമാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. മീഡിയ 1 കോട്ടയം. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ഉയർന്നുവന്ന ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരം വിട്ടതോടെ അഴിമതിയും ജനദ്രോഹ നടപടികളും ശക്തമാവുകയാണ്. വഴിയോര കച്ചവടക്കാരും റിക്ഷാ തൊഴിലാളികളും ഇതോടെ ദുരിതത്തിലായി. ഇത് ഗാന്ധി മാർക്കറ്റിന് സമീപത്തെ കുടിലുകളാണ്. ശുചിത്വം തീരെയില്ലാത്ത പ്രദേശം. കുടിവെള്ളം ലഭ്യമല്ല. വൈദ്യുതി മീറ്റർ പോലുമില്ലാത്ത മിക്ക കുടിലുകളിലെയും വൈദ്യുതി ചാർജ് ലക്ഷം രൂപയ്ക്കടുത്താണ്. कम कर दिया सर, मीटर भी तो होना चाहिए. अभी केजरीवाल की सरकार आई, जब से तो यहाँ बल्ब जलने स्टार्ट हुए, हम कहाँ से भरेंगे इतना बिल? यहाँ रहने की भी जरूरत नहीं थी हमें. അനധികൃത കോളനികൾ എന്ന പേരിൽ പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും പീഡനം വേറെ. കുട്ടികളും വൃദ്ധരുമെല്ലാം പലവിധ രോഗത്തിന്റെ പിടിയിലും. ചെറുകിട കച്ചവടക്കാരും റിക്ഷാ തൊഴിലാളികളുമെല്ലാം ഇപ്പോൾ ഭയത്തോടെയാണ് ഡൽഹിയിൽ ജീവിക്കുന്നത്. കേജ്രിവാൾ സർക്കാർ ഭരിച്ച 1.5 മാസക്കാലം പോലീസിന്റെ പീഡനം കുറവായിരുന്നെന്ന് ഇവർ പറയുന്നു. केजरीवाल के सरकार में इतनी डर नहीं थी, अब फिर से डर आने लगी. अभी भी पुलिस आ रही है पैसे लेने के लिए. अगर पुलिस पैसे नहीं देंगे हम लोग कमा खा नहीं पाएंगे, वो परेशानी करेगा. 5 വർഷം ഭരിക്കാമെന്ന വാഗ്ദാനത്തോടെ അധികാരത്തിൽ വന്ന കേജ്രിവാൾ രാജിവെച്ചതിൽ കുറെ പേർക്ക് പുച്ഛം. തങ്ങളുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയതിന്റെ ദേഷ്യത്തിലാണിവർ. फर्क का मतलब ये है कि जैसे ठीक चल रहा है एकदम, सरकार से कोई वो नहीं है. 7 साल का सरकार रहती तो कुछ मालूम नहीं होता. अब ये 1.5 महीने या 49 दिन में क्या पता लगेगा. ആം ആദ്മി പാർട്ടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ പുതിയൊരു വിധിയെഴുത്ത് നടത്തുമോ എന്ന് കാത്തിരുന്നു കാണണം. 1.5 മാസം കൊണ്ട് ഭരണം അവസാനിപ്പിച്ചു പോയ അരവിന്ദ് കെജ്രിവാളിനോട് രോഷമുള്ളവരും കുറവല്ല ഡൽഹിയിൽ. വഴിവെക്കിൽ മുടിവെട്ടാനിരിക്കുന്നവരുൾപ്പെടെയുള്ള സാധാരണക്കാർ ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ പ്രമോദിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കെതിരെ BJPയിൽ പ്രതിഷേധം. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന K. സുരേന്ദ്രനെതിരെ മുൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് M. നാരായണ ഭട്ടിനെ മത്സരരംഗത്തിറക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ ശ്രമം. ഇത്തവണ ഇറക്കുമതി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പ്രവർത്തകർ. കാസർഗോഡ് ജില്ലയിൽ പാർട്ടിയെ കെട്ടിപ്പടുത്ത നേതാക്കളെ മാറ്റി നിർത്തി പുറത്തുനിന്ന് വന്ന നേതാക്കൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഇതാണ് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ നേതാക്കളെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിച്ച K. സുരേന്ദ്രനെതിരെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. BJPക്ക് ജില്ലയിൽ ഏറെ സ്വാധീനമുള്ളത് കന്നഡ തുളു മേഖലയിലാണ്. ഇവിടെ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ ആവശ്യം. ജില്ലയിലെ നേതാക്കളെല്ലാം തെറ്റും പുറത്തുനിന്ന് വരുന്നവർ മാത്രമാണ് ശരിയും എന്നത് അംഗീകരിക്കാനാവില്ല. ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് M. നാരായണ ഭട്ട് അവകാശപ്പെടുന്നു. കുറേ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഡിമാൻഡ് വന്നുകൊണ്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് തന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഇന്ന് പത്രത്തിൽ വന്നു. ഇപ്പോൾ പത്രത്തിൽ വരുമ്പോൾ പറഞ്ഞു നിങ്ങൾ എന്തായാലും മത്സരിക്കണം, ഞങ്ങളെ കൂടെ ഉണ്ടെന്ന്. M. നാരായണ ഭട്ടിന്റെ ഭാര്യ ജയലക്ഷ്മി M. ഭട്ടിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ 43,330 വോട്ട് ലഭിച്ചിരുന്നു. കാറടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇവർ M. നാരായണ ഭട്ടിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും BJP പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയലക്ഷ്മി M. ഭട്ട് 259 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ച വാർഡിൽ BJP 19 വോട്ടിന് പരാജയപ്പെടുകയായിരുന്നു. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1 കാസർഗോഡ്. വയനാട് MP MI ഷാനവാസിന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കെതിരെ യൂത്ത് ലീഗ്. സ്ഥാനാർത്ഥി ആരായാലും യൂത്ത് ലീഗ് അഭിപ്രായം പറയും. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റായി വയനാട് പരിഗണിക്കാമെന്നും യൂത്ത് ലീഗിന് അഭിപ്രായമുണ്ട്. എംപിക്കെതിരെ കഴിഞ്ഞ 2 വർഷമായി യൂത്ത് ലീഗ് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. വയനാട് മണ്ഡലത്തിനായി മുസ്ലിം ലീഗ് അവകാശമുന്നയിച്ച സാഹചര്യത്തിൽ യൂത്ത് ലീഗിന്റെ നിലപാട് ശ്രദ്ധേയമാണ്. MP എന്ന നിലയിൽ MI ഷാനവാസിന്റെ പ്രവർത്തനങ്ങൾ പരാജയമാണ്. വാഗ്ദാനം നൽകിയ കാര്യങ്ങളിൽ ഒന്നുപോലും കൃത്യമായി പാലിക്കാൻ എംപിക്ക് സാധിച്ചിട്ടില്ല. നിലവിലുള്ള എംപിയുടെ പ്രവർത്തനത്തിലുള്ള അസംതൃപ്തി യൂത്ത് ലീഗ് പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞതാണ്. UDF നേതൃത്വം അത് പരിശോധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മുസ്ലിം ലീഗിന് 3ാമത്തെ സീറ്റായി വയനാടിന് അവകാശമുന്നയിക്കാം. കാരണം വയനാട് മണ്ഡലത്തിൽ ലീഗിന് അത്രയേറെ സ്വാധീനമുണ്ട്. വയനാട് ലീഗിന് നൽകിയാൽ യൂത്ത് ലീഗിന് ഏറെ സന്തോഷമാണ്. UDFന്റെ നേതൃത്വമാണ് സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള അവസാന തീരുമാനം കൈക്കൊള്ളേണ്ടത്. വയനാട് പാർലമെന്റ് മണ്ഡലം മുസ്ലിം ലീഗിന് മത്സരിക്കാൻ കിട്ടുകയാണെങ്കിൽ യൂത്ത് ലീഗ് വളരെ സന്തോഷവാന്മാരായിരിക്കും. മണ്ഡലം UDFന് തുണയ്ക്കുമെങ്കിലും ഇത്തവണ കൂടുതൽ ജോലിയെടുക്കേണ്ടി വരും. എംപിക്കെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കും. നരേന്ദ്രമോദിക്കെതിരായ പോരാട്ടമാണ് നടക്കുന്നത്. മതേതരത്വം നിലനിർത്താനായി പ്രവർത്തിക്കുമെന്നും യൂത്ത് ലീഗ് അഭിപ്രായപ്പെട്ടു. മനേഷ് മൂർത്തി, മീഡിയ 1 വയനാട്. ഇനി തെരഞ്ഞെടുപ്പിന്റെ ചരിത്ര പഥങ്ങളിലേക്ക്. സ്വതന്ത്ര ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്തയേടായിരുന്നു 1975 ദേശീയ അടിയന്തരാവസ്ഥ. സമാനതകളില്ലാത്ത ഭരണകൂട ഭീകരതയുടെ നാളുകളായിരുന്നു ആ 21 മാസങ്ങൾ.
1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി സർക്കാർ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ അപകടത്തിലായിരിക്കുന്നുവെന്നതായിരുന്നു അടിയന്തരാവസ്ഥയുടെ ന്യായം. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ അധികാരപ്രമത്തതയും അമിതാധികാര പ്രയോഗവുമാണ് അടിയന്തരാവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന വിമർശനത്തിനായിരുന്നു മുൻതൂക്കം. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയതോടെ തന്നെ രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയുണ്ടായിരുന്നു. 1975 ജൂൺ 24 സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതി വിധി ശരിവെച്ചതോടെ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനമല്ലാതെ ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതായി. പ്രതീക്ഷിച്ച പോലെ അന്നേ ദിവസം തന്നെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശുപാർശ ചെയ്തു. അടുത്ത ദിവസം തന്നെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കി. മന്ത്രിസഭയോട് ആലോചിക്കുക പോലും ചെയ്യാതെയായിരുന്നു പൗരന്മാരുടെ മൗലികാവകാശങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ ഇന്ദിര തയ്യാറായത്. അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം വന്നയുടനെ മാധ്യമങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടു തുടങ്ങി. രാഷ്ട്രീയ പ്രതിയോഗികളെ ജയിലിലടക്കാൻ ആരംഭിച്ചു. പിന്നീടുള്ള 21 മാസക്കാലം ജനാധിപത്യ രാജ്യത്തെ ഇരുട്ടിൽ നിർത്തിയ കറുത്ത നാളുകൾ. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിര ഏകാധിപതിയായി. രാഷ്ട്രീയ എതിരാളികളെയും പൗരസ്വാതന്ത്ര്യത്തെയും നിഷ്കരുണം അടിച്ചമർത്തി. എന്നിട്ടും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യ ധ്വംസനത്തിനെതിരായ ജനകീയ മുന്നേറ്റങ്ങൾ ശക്തിപ്പെട്ടു. ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികളെയും സമരനേതാക്കളെയും പിടികൂടി തടവിലിട്ടു. ജയപ്രകാശ് നാരായണൻ, രാജ്നാരായണൻ, ചാരംഗ് സിംഗ്, മൊറാർജി ദേശായി തുടങ്ങി ഒട്ടനവധി ദേശീയ നേതാക്കൾ അറസ്റ്റിലായി. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട പലരും ഒളിവിൽ പോയി. അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പോലീസിന്റെ ക്രൂര പീഡനത്തിനിരയായി. പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട സംഭവങ്ങളുണ്ടായി. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന പി രാജൻ കൊല്ലപ്പെട്ട സംഭവം ദേശീയ ചർച്ചാ വിഷയമായി. ലോക മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ചുരുങ്ങിയത് 1,40,000 പേരെങ്കിലും വിചാരണയില്ലാതെ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രിയെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യം ഭരിച്ചിരുന്നത് മകൻ സഞ്ജയ് ഗാന്ധിയായിരുന്നു. നിർബന്ധിത കുടുംബാസൂത്രണം, ചേരിനിവാസികളെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കൽ തുടങ്ങി സ്വേച്ഛാധികാര പ്രയോഗത്തിന്റെ സഞ്ജയ് മാതൃകകൾ ഏറെ കുപ്രസിദ്ധമാണ്. 1976-77 കാലത്ത് 8.3 മില്യൺ ജനങ്ങളാണ് നിർബന്ധിത വന്ധീകരണത്തിന് വിധേയമായത്. തന്റെ അധികാരം നിലനിർത്താൻ ഇന്ദിര നടത്തിയ കടും കൈ ജനാധിപത്യ ഇന്ത്യക്ക് സമ്മാനിച്ചത് മാസങ്ങൾ നീണ്ട ക്രൂരതയുടെയും ഏകാധിപത്യത്തിന്റെയും ഇരുണ്ട ദിനരാത്രങ്ങളായിരുന്നു. രാഷ്ട്രീയ തടവിന്റെയും പോലീസ് തേർവാഴ്ചയുടെയും ദുരനുഭവങ്ങൾക്ക് രാജ്യം സാക്ഷിയായ കാലം. പ്രതിപക്ഷ സ്വരങ്ങൾ അടിച്ചമർത്തപ്പെട്ടു. മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ജനാധിപത്യത്തെ പൂർണ്ണമായും കൊല ചെയ്തു. ഇന്ദിരക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും പിന്നീടിത് വലിയ തിരിച്ചടിയായി എന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രം സാക്ഷിയാണ്. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ച നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കൂടിയാണ് അടിയന്തരാവസ്ഥ കാരണമായത്. കോൺഗ്രസിന്റെ അധികാര കുത്തക ആദ്യമായി തകർന്നു. തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇന്ദിരാഗാന്ധിയെ രാജ്നാരായണൻ തോൽപ്പിച്ചു. 1977 ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി. ആ പരീക്ഷണം ഒരു പരാജയമായിരുന്നുവെന്നത് പിൽക്കാല ചരിത്രം. തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും ആവശ്യങ്ങളും. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ കൊച്ചിയിലെ ഒരു വിഭാഗം ഓട്ടോ തൊഴിലാളികൾ. ഓട്ടോ ടാക്സികളിൽ മീറ്റർ നിർബന്ധമാക്കിയതിനാലും സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുമാണ് ഈ തീരുമാനം. CITUവും INTUCയും ഉൾപ്പെടുന്ന സംയുക്ത യൂണിയന്റേതാണ് ആഹ്വാനം. മീറ്റർ ചാർജിൽ ഓടുകയെന്നത് നീതീകരിക്കാനാവില്ലെന്നാണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾ പറയുന്നത്.
മറ്റെല്ലാ മേഖലകളിലും ആനുകൂല്യങ്ങളും ശമ്പള വർധനവും വിലക്കയറ്റവും ഉണ്ടാകുമ്പോൾ സർക്കാർ തങ്ങളെ മാത്രം അവഗണിക്കുന്നു എന്നാണ് ഇവരുടെ വാദം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പ്രതിഷേധം അറിയിക്കാനാണ് ഒരു വിഭാഗം ഓട്ടോ തൊഴിലാളികളുടെ തീരുമാനം. ഇപ്പോൾ പല സാധനങ്ങൾക്കും ഇതുപോലെ വില കൂടുന്നതനുസരിച്ച് നമുക്ക് മീറ്ററിൽ കാശ് കൂടണില്ല. ഇപ്പോൾ ഇൻഫോ പാർക്ക് പോയത് 60 രൂപക്കാണ്, 120 രൂപയുടെ ഓട്ടോയാണ് കറക്റ്റ്. നമുക്ക് ശരിക്കും 100 രൂപയെങ്കിലും കിട്ടിയാൽ ലാഭമായി. ഈ 60 രൂപ നമ്മൾ നഷ്ടം കണ്ടുകൊണ്ടാണ് തിരിച്ചുപോയി ഈ സ്റ്റാൻഡിൽ തന്നെ വന്നത്. കോഴിക്കോട് സിറ്റിയിൽ 4 കിലോമീറ്റർ പരിധിയിലും തൃശ്ശൂരിൽ 3 കിലോമീറ്റർ പരിധിയിലും മീറ്റർ ചാർജ് ഈടാക്കുമ്പോൾ കൊച്ചിയിൽ മാത്രം ഇത് 28 കിലോമീറ്റർ ആക്കുന്നത് എന്തിനെന്നാണ് തൊഴിലാളികൾ ചോദിക്കുന്നത്. മീറ്റർ നിർബന്ധമാക്കിയതിന്റെ പേരിൽ നടത്തുന്ന പരിശോധനകൾക്കെതിരെയും പ്രതിഷേധമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള വിലപേശൽ തന്ത്രമാണ് ബഹിഷ്കരണ നീക്കങ്ങൾ എന്നതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ നിന്ന് ഇവർ പിന്തിരിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മീഡിയ 1 കൊച്ചി. ഇരുപത് വർഷമായി വോട്ട് ചെയ്യാത്ത മാഹി സ്വദേശി അബ്ദുൽ ഖാദർ എന്ന പ്രവാസിയെ പരിചയപ്പെടാം. 50 വർഷത്തിലധികമായി പ്രവാസ ജീവിതം നയിക്കുന്ന അബ്ദുൽ ഖാദർ റിയാദിൽ സ്വന്തമായി തുണിക്കച്ചവടം ചെയ്യുകയാണ്. 1959 ബൈനോൻ അബ്ദുൽ ഖാദറിന്റെ പ്രവാസ ജീവിതം തുടങ്ങുന്നത്. മണിപ്പൂരിലേക്കായിരുന്നു ആദ്യ യാത്ര. പിന്നീടുള്ള 20 വർഷക്കാലം മണിപ്പൂരിലും നാഗാലാൻഡിലുമായി കഴിച്ചുകൂട്ടി. കന്നി വോട്ട് ചെയ്തതും മണിപ്പൂരിൽ തന്നെ. മണിപ്പൂർ പോയിട്ട് അവിടെ നിന്ന് വോട്ട് ചെയ്ത് ആദ്യത്തെ, നാട്ടിലല്ല. 80കളുടെ ആദ്യത്തോടെ ഖാദർ കുവൈത്തിലെത്തി. 10 വർഷം അവിടെ കഴിഞ്ഞു. അതിനുശേഷം സൗദി തലസ്ഥാനമായ റിയാദിലേക്ക് മാറി. ഒരിക്കൽ പരിചയക്കാരനായ ഒരു സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന മാനിച്ച് നാട്ടിൽ വന്ന് വോട്ട് ചെയ്തു. വോട്ട് ചെയ്തതിന് പോയതാ. വന്ന സമയത്ത് AB ശ്രീധരൻ വിവരം അറിയിച്ച് വന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിരുന്നു. മാഹിയിൽ MGR തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നത് ബൈനോൻ ഖാദർ ഇപ്പോഴും ഓർക്കുന്നു. രാഷ്ട്രീയത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാനായിരുന്നു ആ യാത്ര. 20 വർഷത്തിലേറെയായി ഇപ്പോൾ വോട്ട് ചെയ്തിട്ട്. ചെയ്യേണ്ട എന്ന് കരുതിയിട്ടല്ല. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് പ്രവാസികളെ പോലെ വിദേശ രാജ്യങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അവസരം കാത്തിരിക്കുകയാണ് അബ്ദുൽ ഖാദറും. ഇവിടെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പ്രവാസികൾ അത്രയും പിന്നെ ഇതോടുകൂടി ചെയ്യും. കാരണം അത്രയും ദേശീയ ബോധം അവർക്കുണ്ട്. നാട്ടിൽ നല്ല ഭരണം വേണം, അഴിമതിയില്ലാത്തൊരു ഭരണം വേണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത. ആം ആദ്മിയെക്കുറിച്ചുള്ള ഒരു അനിമേഷൻ ചിത്രത്തോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. പോളിംഗ് ബൂത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30 രാവിലെ 10 മണിക്കും. പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. Bye.